പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരെയും ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി എപ്പിസോഡിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഇന്ന് പാഷൻ വീക്കിൻ്റെ സെക്കൻഡ് ഡേ ആണ്, ട്യൂസ്ഡേ. കർത്താവ് അതിശക്തമായ കാര്യങ്ങൾ നമുക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ആഴ്ച ചെയ്തു. അതിനെ ഓർക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. സോ നമ്മൾ ഈ ദിവസങ്ങളെല്ലാം അതിനെക്കുറിച്ച് നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് വെൽക്കം ചെയ്യുന്നു. കർത്താവ് വലിയ കാര്യങ്ങൾ നമ്മുടെ മധ്യയിൽ നിന്ന് ചെയ്യാൻ പോവുകയാണ്. ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ആഴ്ച നടക്കുന്ന ചില ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ്സിനെ കുറിച്ച് ഒന്ന് പറഞ്ഞോട്ടെ. നമുക്ക് ഈ തേഴ്സ്ഡേ തിരുവനന്തപുരം ജില്ലയിൽ വെച്ച് ഹോളി ഓഫ് ഹോളീസ് എന്ന് പറയുന്ന ഒരു ചില മണിക്കൂറത്തേക്കുള്ള നോൺ സ്റ്റോപ്പ് വേർഷിപ്പ് മീറ്റിംഗ് നടക്കാൻ പോവുകയാണ്. നമ്മൾ ഇങ്ങനത്തെ മീറ്റിംഗ്സ് ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം നടത്തിയിട്ടുള്ളൂ, കൊച്ചിയിൽ വെച്ച്. ഇനി തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടിയാണ് നമ്മൾ നടത്തുന്നത്. പക്ഷേ നമ്മൾ തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടി നടക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിലുള്ള എല്ലാവരും വരണം. ബട്ട് എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്കും നിങ്ങൾക്ക് വരാം. നമ്മൾ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ കർത്താവിനെ നോൺ സ്റ്റോപ്പായി വേർഷിപ്പ് ചെയ്യാൻ പോവുകയാണ്. ഒറ്റൊരു ഉദ്ദേശമുള്ള യേശുവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ വേണ്ടി. രാജധാനി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഇത് നടക്കുന്നത്. സോ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു. തീർച്ചയായും കടന്നു വരിക. പെസഹ വ്യാഴമാണ് അന്നത്തെ ദിവസം. പിറ്റേ ദിവസം നമുക്ക് ഗുഡ് ഫ്രൈഡേ സർവീസ് നടക്കുന്നു. ബ്ലെസ്സിംഗ് ടുഡേയിൽ വൺ ഓഫ് ദ മോസ്റ്റ് സ്പെഷ്യൽ ഇവൻറ്റ്സ് ആണ് ഗുഡ് ഫ്രൈഡേ സർവീസ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ചെയ്ത കാൽവരി ക്രൂശിൽ യേശു ചെയ്ത പ്രവൃത്തിയെ ഓർക്കുന്ന ഒരു ദിവസമാണ്. സോ അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായും കർത്താവ് അതിശക്തമായ ദിവസങ്ങളിൽ ചലിക്കും. അപ്പോൾ തന്നെ സൺഡേ സർവീസും ഈസ്റ്റർ സൺഡേ സർവീസും മറക്കരുത്. എല്ലാ ഡീറ്റെയിൽസും സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തന്നെ നമ്മുടെ എല്ലാ കുട്ടികൾക്കും ടീൻസിന് വേണ്ടി ഫോർ ദ വണ്ടർ കിഡ്സ് ആൻഡ് ദ ടീൻസ്, LKG മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളുടെയും ശ്രദ്ധയ്ക്ക് ഏപ്രിൽ 3, 4 തീയതികളിൽ കൊച്ചിയിൽ വെച്ച് സമ്മർ സ്പ്ലാഷ് നടക്കുന്നു. അപ്പോൾ തന്നെ പല ജില്ലകളിലും നമ്മൾ സമ്മർ സ്പ്ലാഷ് നടത്തി. തിരുവനന്തപുരത്ത് നമ്മൾ ചെല്ലുന്നു, പത്തനംതിട്ട, ആലപ്പുഴയിൽ നമ്മൾ പോകുന്നു, ഇടുക്കി, കോട്ടയം, മലബാർ റീജിയനിലെല്ലാം നമ്മൾ അവിടെ പോയി VBS വെക്കേഷൻ ബൈബിൾ സ്കൂൾ അല്ലെങ്കിൽ ബ്ലെസ്സിംഗ് ടുഡേയുടെ ഭാഷയിൽ പറഞ്ഞാൽ സമ്മർ സ്പ്ലാഷ് നടക്കാൻ പോവുകയാണ്. സോ അതിലേക്ക് നിങ്ങളുടെ കുട്ടികളെ അയക്കുക, അതിൽ രജിസ്റ്റർ ചെയ്യുക. സ്ക്രീനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഷേർലി ജോൺസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ കീ സ്പോൺസറാണല്ലോ കർത്താവെ. സിസ്റ്ററെ അനുഗ്രഹിക്കുന്നു കർത്താവെ. മൂത്ത മകൻ MBAക്ക് പഠിക്കുന്നു, രണ്ടാമത്തെ മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടുപേരും കർത്താവെ അവരുടെ ക്ലാസ്സിൽ, അവരുടെ എക്സാംസിൽ കർത്താവെ മികവ് തെളിയിക്കട്ടെ കർത്താവെ. നല്ല മാർക്സ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ തന്നെ ഈ കുടുംബത്തിൻ്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. 10ാം ക്ലാസ്സിൽ എക്സാം എഴുതിയ എല്ലാ കുട്ടികളും നല്ല വിജയം ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വി ബ്ലെസ് ദം ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ, സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. ഒരിക്കൽ കൂടി ഇന്നത്തെ സ്പോൺസറിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നിങ്ങൾ ഇന്നത്തെ സന്ദേശത്തിന് തയ്യാറായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പീഡാനുഭവ ആഴ്ചയിൽ യേശുനാഥന്റെ കാൽവരി യാഗത്തെ ഓർക്കുവാനും ആ ഉയർപ്പിന്റെ ശക്തിയെ അനുഭവിച്ചറിയുവാനും ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ്. ബ്ലെസ്സിംഗ് ടുഡേ പ്രസൻസ് ഹോളി ഓഫ് ഹോളീസ് ഇൻ ട്രിവാൻഡ്രം, മാർച്ച് 28 വ്യാഴാഴ്ച രാവിലെ 9:30 മുതൽ. അഭിഷക്തരായ ദേവദാസന്മാരാൽ നയിക്കപ്പെടുന്ന ഈ ആരാധനയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. സ്ഥലം രാജധാനി ഓഡിറ്റോറിയം, കോട്ടയ്ക്കകം, കിഴക്കേക്കോട്ട, തിരുവനന്തപുരം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 8111999600. വരുവിൻ. ദൈവസാന്നിധ്യത്താൽ നിറയുന്ന ഈ ആരാധനയിൽ നമുക്കൊരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. മാർച്ച് 29 വെള്ളിയാഴ്ച രാവിലെ 10 മണി മുതൽ ഒരു സ്പെഷ്യൽ ഗുഡ് ഫ്രൈഡേ സർവീസ് ബ്രദർ ഡാമീനും ടീമും നിങ്ങൾക്കായി ഒരുക്കുന്നു. മാർച്ച് 31 ഞായറാഴ്ച സവിശേഷമായ 3 ആരാധനകൾ. രാവിലെ 7:45 മുതൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും, 9:45 മുതൽ മലയാളത്തിലുമുള്ള ആരാധനകൾ. നമുക്കൊരുമിച്ച് യേശുനാഥന്റെ ക്രൂശിന്റെ ശക്തിയെയും ഉയർപ്പിന്റെ ശക്തിയും അനുഭവിച്ചറിയുവാനായി ഈ മീറ്റിങ്ങുകളിൽ പങ്കുചേരാം. വെൽക്കം ബാക്ക്. ഇന്നലെ ഞാൻ നിങ്ങളോട് ഈ രഹസ്യ ശിഷ്യന്മാരെക്കുറിച്ചും പരസ്യ ശിഷ്യന്മാരെക്കുറിച്ചൊക്കെ പറഞ്ഞു തുടങ്ങി. നമ്മളിൽ പലർക്കും ദൈവം ഒരു ഭാഗ്യം തന്നു. ആദ്യ സമയം തുടങ്ങി യേശുവിനെ പരസ്യമായി ഏറ്റുപറയാനും പരസ്യമായി യേശുവിനുവേണ്ടി ജീവിക്കാനൊക്കെ. എന്നാൽ എല്ലാവർക്കും അത്
സാധിക്കണമെന്നില്ല. ചിലരൊക്കെ അവരുടെ ആത്മീയ ജീവിതം തുടങ്ങുന്നത് രഹസ്യത്തിലായിരിക്കും. ഭർത്താവ് അറിയാതെ, കുഞ്ഞുങ്ങളറിയാതെ, മാതാപിതാക്കൾ അറിയാതെ, ഹോസ്റ്റലിലുള്ള മറ്റുള്ളവരറിയാതെ, അല്ലെങ്കിൽ ഓഫീസിലെ മറ്റുള്ളവരാരും അറിയാതെ വളരെ രഹസ്യമായി വിശ്വാസം ഉള്ളിലൊതുക്കി ഒരുപക്ഷെ ആരും കാണാതെ ബൈബിൾ വായിച്ച്, ആരും കാണാതെ പ്രാർത്ഥിച്ചൊക്കെ ആയിരിക്കും ജീവിക്കുന്നത്. കാരണം സാഹചര്യങ്ങൾ അനുകൂലമല്ല. അങ്ങനെ ക്രിസ്തുവിൻ്റെ രഹസ്യ ശിഷ്യന്മാരായി ജീവിതം ആരംഭിക്കുന്ന അനേകർ, മില്യൺസ് ഈ ഭൂമിയിലുണ്ട്. തുടക്കത്തിൽ അങ്ങനെയാകുന്നത് തെറ്റാണെന്ന് എനിക്കും തോന്നുന്നില്ല. കാരണം വിശ്വാസത്തിൽ അവർ അത്രയും ധൈര്യപ്പെട്ടിട്ടില്ല, അത്രയും വിശ്വാസത്തിൽ ഉറച്ചിട്ടില്ല. പരസ്യമായി മറ്റുള്ളവരോട് യേശുവിനെക്കുറിച്ച് പറയുവാനുള്ള ഗ്രാഹ്യമായിട്ടില്ല. സോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദാറ്റ്സ് ഓക്കെ. വചനത്തിൽ നിന്ന് 2 പേരെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു. ഒന്ന് നിക്കോദേമോസ് എന്ന ഒരു യഹൂദ ഭരണസമിതിയിലെ ഒരംഗം, രണ്ടാമത്തത് അരിമത്യക്കാരൻ ജോസഫ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇവർ 2 പേരെയും ആദ്യകാലങ്ങളിൽ രഹസ്യ ശിഷ്യന്മാരായി ജീവിച്ചതായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, പല കാര്യങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടതിൽ യേശു ഒരിക്കൽ ഇങ്ങനൊരു പ്രസ്താവന നടത്തി. മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൽ, ആരെല്ലാം മനുഷ്യരുടെ മുമ്പിൽ എൻ്റെ നാമത്തെ, എന്നെ ഏറ്റുപറയുമോ അവരെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. ആരെല്ലാം മനുഷ്യരുടെ മുമ്പിൽ എൻ്റെ നാമത്തെ ഏറ്റുപറയുന്നില്ല, അല്ലെങ്കിൽ തള്ളിപ്പറയുന്നു, എനിക്ക് യേശുവുമായി ഒരു ബന്ധവുമില്ല, ഞാൻ ആ പ്രാർത്ഥനക്കാരനുമല്ല, ഞാൻ ബൈബിളും വിശ്വസിക്കുന്നില്ല, യേശുവിൻ്റെ ആരുമല്ല എന്ന് വാഗൊണ്ട് പറയുന്നു, അങ്ങനെയുള്ളവരുടെ പേരുകൾ, അങ്ങനെയുള്ളവരെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയില്ല. സ്വർഗത്തിൽ യേശു പറയാതെ, യേശുവിലൂടെ അല്ലാതെ ഒരാൾക്ക് പോലും പ്രവേശനമില്ല. പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്ന ഏവരും യേശുവിലൂടെ മാത്രമേ വരാൻ കഴിയൂ എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. നമ്മൾ നിക്കോദേമോസ് എന്ന കഥാപാത്രത്തെ ആദ്യമായി കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലാണ്. തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് രാത്രിയിൽ ഈ നിക്കോദേമോസ് യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. പകൽ വരുവാനുള്ള ധൈര്യം അദ്ദേഹത്തിനില്ല, അല്ലെങ്കിൽ പകൽ വരുവാനുള്ള സാഹചര്യമില്ല. കാരണം ഈ ജൂയിഷ് കൗൺസിൽ, സാൻഹെഡ്രിൻ എന്ന് പറയുന്ന സഭയിൽ 70 പേർക്ക് ഏറ്റവും പണ്ഡിതന്മാർ, ഞാൻ ഇങ്ങനെ വരെ കേട്ടിട്ടുണ്ട്, ആദ്യത്തെ 5 പുസ്തകങ്ങൾ, പെൻറ്റാറ്റ്യൂക്സ് അല്ലെങ്കിൽ പഞ്ചപുസ്തകങ്ങൾ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, നിയമാവർത്തനം, ഇങ്ങനെയുള്ള 5 പുസ്തകങ്ങൾ ഏകദേശം ഈ കൗൺസിൽപ്പെട്ടവർ ബൈ ഹാർട്ട് ചെയ്യണമായിരുന്നു. അത്രത്തോളം നിയമങ്ങൾ പഠിക്കണമായിരുന്നു ഈ കൗൺസിലിൽ അംഗത്വം ലഭിക്കണമെങ്കിൽ. പിന്നെയും കുറേ അധികം നിബന്ധനകളൊക്കെ ഉണ്ടായിരുന്നു. അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ് ഈ നിക്കോദേമോസ്. എന്നാൽ അദ്ദേഹം രാത്രിയിൽ വന്നിട്ട് യേശുവിനോട് പറയുകയാണ്, നീ ദൈവത്തിൽ നിന്ന് വന്നതാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം നീ ഒരു സാധാരണ റബ്ബിയല്ല, സാധാരണ ഒരു ടീച്ചറല്ല. ടീച്ചിങ്ങിനോടൊപ്പം നിന്നിലൂടെ ദൈവം ചില അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്യുന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അന്നത്തെ കാലത്ത് സാധാരണ ടീച്ചേഴ്സ് അവർ ഓരോ ഉപദേശങ്ങൾ പറഞ്ഞിങ്ങനെ നടക്കുകയാണ്. എന്നാൽ യേശുവിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത് നിക്കോദേമോസിനെ വല്ലാതെ ആകർഷിച്ചു. അതെന്തായിരുന്നു ചോദിച്ചാൽ, യേശു വെറും വാക്കുകൾ മാത്രമല്ല, അവൻ്റെ പ്രവൃത്തികളിലൂടെ ദൈവത്തിൽ നിന്ന് വന്നവനാണെന്നുള്ളത് തെളിയിച്ചു. ഇത് നിക്കോദേമോസിനെ ഭയങ്കരമായി ആകർഷിച്ചു. സോ അന്നത്തെ കാലത്ത് ഒരു ജൂയിഷ് കൗൺസിലിൽ, സാൻഹെഡ്രിൻ സംഘത്തിൽ അംഗത്വം കിട്ടണമെങ്കിൽ ഭയങ്കരമായ നിയമം അറിയണം, യഹൂദ നിയമം അറിയണം, ന്യായപ്രമാണം അറിയണം. അതെല്ലാം അവനറിയാം. പക്ഷെ ദിസ് ഈസ് സംതിങ് ന്യൂ. ഒരു യഹൂദ റബിമാരിലും കാണാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളുടെയും ദൈവപ്രവൃത്തി യേശുവിൽ കാണുന്നു. സോ ഹി വാസ് അട്രാക്റ്റഡ്. അങ്ങനെ രാത്രിയിൽ തൻ്റെ അടുക്കൽ വരുന്നു. അങ്ങനെയാണ് തൻ്റെ വിശ്വാസ ജീവിതം, യേശുവിലുള്ള വിശ്വാസം ആരംഭിക്കുന്നത്. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, രാത്രിയിൽ വന്നു എന്നതിനെ ഒരു ആത്മീയ അർത്ഥത്തിൽ നമുക്ക് ചിന്തിക്കാവുന്നത്, ഹി വാസ് ഓൾറെഡി ഇൻ സ്പിരിച്വൽ ഡാർക്ക്നെസ്. ആത്മീയ അന്ധകാരത്തിൽ ജീവിക്കുന്ന താൻ ഇപ്പോൾ ഇതാ ആത്മീയമായ ഒരു വെളിച്ചത്തിലേക്ക് വരാൻ വേണ്ടി രാത്രിയുടെ മറവിൽ
ലോകത്തിൻ്റെ വെളിച്ചമായ സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായ യേശുവിലേക്ക് വരികയാണ്. വെളിച്ചം വരുമ്പോൾ ചിത്രശലഭങ്ങളും പ്രാണികളൊക്കെ ഇങ്ങനെ ആകർഷിക്കപ്പെടുന്നത് പോലെ തൻ്റെ അകത്തൊരു സ്പിരിച്വൽ പുൾ ഉണ്ടായി. അങ്ങനെ യേശുവിലേക്ക് വരികയാണ്. ഞാൻ ഈ നേരത്തെയൊക്കെ ഇന്നലെ ഇന്നൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ഒരു ആകർഷണം ഉണ്ടായി. പക്ഷെ തുടക്കത്തിൽ നമുക്ക് വചനം അറിയില്ല, കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ രഹസ്യമാക്കി വയ്ക്കും. എന്നാൽ പിന്നീട് നിക്കോദേമോസിന് എന്ത് സംഭവിച്ചു? ദിസ് ഈസ് സംതിങ് റിയലി മാർവലസ്. 7-ാം അധ്യായത്തിലേക്ക് പോകാം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ 3-ാം അധ്യായത്തിൽ കാണുന്ന നിക്കോദേമോസ് രാത്രിയിൽ ഒരു സീക്രട്ട് ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി, സീക്രട്ട് കൺസൾട്ടേഷന് വേണ്ടി, പകൽ വെളിച്ചത്തിലല്ല, രാത്രിയിൽ ഈ കൗൺസിൽ അറിയാതെ, യഹൂദന്മാർ ആരും അറിയാതെ, ഒരുപക്ഷെ ഭാര്യ അറിയാതെ, മക്കളറിയാതെ, ഫ്രണ്ട്സ് അറിയാതെ ഒറ്റയ്ക്കായിരിക്കും ഒരുപക്ഷെ ചെന്നത്. എന്നാൽ 7-ാം അധ്യായത്തിൽ വരുമ്പോൾ, 7-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് യഹൂദന്മാരുടെ കൂടാര പെരുന്നാൾ വന്നിരിക്കുകയാണ്. അപ്പം യേശുവിൻ്റെ വീട്ടിൽ യേശുവിൻ്റെ താഴെയുള്ള അനുജന്മാർ കുറഞ്ഞ 4 പേരുണ്ട്. യാക്കോബ്, യോസെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് മത്തായി സുവിശേഷം 13-ാം അധ്യായം 51-52 ആ ഭാഗത്ത് ഏറ്റവും താഴെയായിട്ട് അത് കാണാം. സോ തൻ്റെ ഹാഫ് ബ്രദേഴ്സായി, മറിയയുടെ മക്കളായി, മറിയയുടെയും യോസഫിൻ്റെയും മക്കളായിട്ടുള്ള തൻ്റെ സഹോദരന്മാർ തന്നെ ടീസ് ചെയ്യാൻ തുടങ്ങി, കളിയാക്കാൻ തുടങ്ങി. പോകുന്നില്ലേ, പ്രശസ്തനാകണമെങ്കിൽ ഇങ്ങനെയുള്ള പബ്ലിക്കായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോകണം എന്ന് പറഞ്ഞ് യേശുവിനെ പരിഹസിക്കാൻ തുടങ്ങി. എനിവേ യേശു അവിടെ പിന്നീട് പോകുന്നു. അവിടെ ചെന്ന് അവിടെ ഫെസ്റ്റിവൽ വെച്ച് പല ഇടങ്ങളിൽ യേശു ജനങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങുന്നു. യേശുവിൻ്റെ ടീച്ചിങ്സ് ഈ മത നേതാക്കന്മാരുടെ കാതുകളിലെത്തുന്നു. യേശു ചെയ്ത അത്ഭുത പ്രവൃത്തികൾ അവർ അറിയുന്നു. പിന്നെ അവർ ചിന്തിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഇവനെ എങ്ങനെയെങ്കിലും തട്ടിക്കളയണം, യേശുവിനെ കൊല്ലണം. കാരണം യഹൂദന്മാർ പഠിപ്പിക്കുന്ന ന്യായപ്രമാണത്തിൽ പോലും ഇല്ലാത്ത ചില കൽപ്പനകളും കീഴ്വഴക്കങ്ങളും സമ്പ്രദായങ്ങളും പാരമ്പര്യങ്ങളും അവർ ഒരു വലിയൊരു ചട്ടക്കൂട് പോലെ ഉണ്ടാക്കി ദൈവത്തിന് പോലും ഒന്നും സ്ഥാനമില്ലാത്ത രീതിയിലേക്ക് ആക്കി വച്ചിരിക്കുന്നൊരു ഒരു പ്രസ്ഥാനമായി അത് മാറിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് പോലും പലതും എതിരായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർ പോലും അറിയാതെ ദൈവകൽപ്പനകളെ അവർ തന്നെ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ എതിരെ യേശു സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ, കൂടാതെ ജനങ്ങൾ കൂട്ടമായി യേശുവിലേക്ക് ആകർഷിക്കപ്പെടുന്നു അവൻ ചെയ്യുന്ന വീര്യപ്രവൃത്തികൾ നിമിത്തം. ഇതൊക്കെ യേശുവിനോടുള്ള വിരോധത്തെ ഉളവാക്കിയാണ് ചെയ്തത്. അങ്ങനെ ഭയങ്കരമായൊരു തർക്കവും പ്രശ്നങ്ങളൊക്കെ ഇവരുടെ ഇടയിൽ നടക്കുകയാണ്. അവിടെയുള്ള ചില ടെമ്പിൾ ഗാർഡ്സിനെ യേശുവിനെ പിടിക്കാനൊക്കെ വിടുന്നു. പക്ഷേ അവർ യേശുവിൻ്റെ ടീച്ചിങ്സൊക്കെ കണ്ടിട്ട് അവർ ഇംപ്രസ്ഡായി. നിങ്ങളവരെ പിടിച്ചുകൊണ്ട് പോകുന്നില്ലേ? ഈ യഹൂദ നേതാക്കന്മാർ അവരോട് കയർക്കാൻ തുടങ്ങി. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പെട്ടെന്ന് യോഹന്നാൻ 7:50-51 വചനങ്ങളിൽ പെട്ടെന്ന് നിക്കോദേമോസ് ശബ്ദമുയർത്തി മുന്നിലേക്ക് വരുന്നു. രഹസ്യ ശിഷ്യനായിരുന്ന നിക്കോദേമോസ് 50-ാമത്തെ വചനത്തിൽ, നിക്കോദേമസ് who had gone to Jesus earlier and who was one of their own number asked, does our law condemn a man without first hearing him to find out what he has been doing? നിക്കോദേമോസ് പരസ്യമായി അവരോട് എതിർത്ത് ചോദിക്കുകയാണ്. എന്താണ്? നമ്മുടെ ന്യായപ്രമാണം ഒരു മനുഷ്യനെ വിചാരണ കൂടാതെ ആ മനുഷ്യൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാതെ കുറ്റം വിധിക്കുവാൻ അനുവദിക്കുന്നുണ്ടോ? എൻ്റെ അർത്ഥം, നിങ്ങൾ യേശുവിൻ്റെ വചനങ്ങൾ അല്ലെങ്കിൽ ടീച്ചിങ്സ് ശരിയായ രീതിയിൽ നിങ്ങൾ ആനലൈസ് ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല. അവൻ ചെയ്യുന്ന പ്രവൃത്തികൾ ആരിൽ നിന്ന് വന്നു എന്നുള്ളത് നിങ്ങൾ അപഗ്രഥിച്ചിട്ടില്ല. ഒരു മനുഷ്യനെ വിചാരണ ചെയ്യാതെ വിധിക്കാൻ കഴിയുമോ? നമ്മുടെ ന്യായപ്രമാണം, മോശയുടെ ന്യായപ്രമാണം അതിന് അനുശാസിക്കുന്നുണ്ടോ? ഇത് പരസ്യമായിട്ടാണ് ചോദിക്കുന്നത്, എതിർത്താണ് ചോദിക്കുന്നത്. അതിൻ്റെ അർത്ഥം, രഹസ്യ ശിഷ്യനായിരുന്ന
ഈ നിക്കോദേമോസ് ഇതാ യേശുവിന് വേണ്ടി പരസ്യമായി സംസാരിക്കാൻ തുടങ്ങി. ഒരു സാഹചര്യം വന്നപ്പോൾ അന്ന് രാത്രി വീണ്ടും ജനനത്തെക്കുറിച്ച് യേശു നിക്കോദേമോസിനെ പഠിപ്പിച്ച ആ രാത്രിയിൽ 1-on-1 വ്യക്തിപരമായി യേശുവുമായി ഒരു എൻകൗണ്ടർ അദ്ദേഹത്തിനുണ്ടായി. ഞാൻ വിശ്വസിക്കുന്നു അന്ന് തൻ്റെ ജീവിതം മാറി. തൻ്റെ ഉള്ളിൽ താനൊരു തീരുമാനമെടുത്തു. യഹൂദ ഭരണസമിതിയിൽ 70 റബ്ബിമാരുണ്ട്, അല്ലെങ്കിൽ 70 കൗൺസിൽ അംഗങ്ങളുണ്ട്. ഇതുകൂടാതെ യഹൂദ റബ്ബിമാരും പുരോഹിതന്മാരും മഹാപുരോഹിതനും ഒക്കെ ഉള്ള ഒരു റിലീജിയസ് സിസ്റ്റത്തിലാണ് താൻ നിൽക്കുന്നത്. എന്നാൽ ഇവരിൽ ആരിലുമില്ലാത്ത ചില ഗുണങ്ങൾ, ദൈവപ്രവൃത്തി ഇതാ യേശുവിലൂടെ വെളിപ്പെടുകയാണ്. ഒരു തച്ചൻ്റെ മകനെന്നറിയപ്പെടുന്ന ഒരു സാധാരണ യഹൂദ യുവാവിനെ പോലെ തോന്നിക്കുന്ന ഇവനിലൂടെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവം ശക്തമായി പ്രവർത്തിക്കുന്നത് തനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. തൻ്റെ കണ്ണ് തുറന്നു, താൻ ആത്മീയ വെളിച്ചത്തിലേക്ക് വന്നു. ഉള്ളിൽ തൻ്റെ വിശ്വാസം വളരാൻ തുടങ്ങി. വിശ്വാസം വളരുന്നതിനേക്കാൾ അപ്പുറത്ത് യേശുവിനോടുള്ള സ്നേഹം തൻ്റെ അകത്ത് വളരാൻ തുടങ്ങി. ഒരു വ്യക്തിയെ ആത്മാർത്ഥമായി നാം സ്നേഹിക്കാൻ തുടങ്ങിയാൽ അയാൾക്ക് വേണ്ടി സംസാരിക്കാനും അയാളുമായി ഐഡൻറ്റിഫൈ ചെയ്യാനും ഒരാവശ്യം വന്നാൽ അയാൾക്ക് വേണ്ടി നിലകൊള്ളാനും നമ്മൾ തയ്യാറാവും. ഇതാണ് നിക്കോദേമോസിൻ്റെ ഈ പ്രവൃത്തിയിൽ കാണുന്നത്. സകല യഹൂദ ഭരണകർത്താക്കന്മാരും യേശുവിനെ എതിർത്ത് അവനെ കൊല്ലുവാൻ പ്ലോട്ട് ചെയ്യുമ്പോൾ ഇതാ രഹസ്യ ശിഷ്യനായി അറിയപ്പെട്ടിരുന്ന ഈ മനുഷ്യൻ എഴുന്നേറ്റ് യേശുവിന് വേണ്ടി സംസാരിക്കാൻ തുടങ്ങി. ആരുടെയൊക്കെയോ കർത്താവ് സംസാരിക്കുന്നതായിട്ട് എൻ്റെ ഉള്ളിൽ മനസ്സിലാകുന്നു. നിങ്ങൾ ഇതുവരെ രഹസ്യമായി യേശുവിലേക്ക് വിശ്വസിച്ചെങ്കിലും ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരാൻ പോവുകയാണ്. പരസ്യമായി വിശ്വാസികളെന്ന് പറയുന്ന ശിഷ്യന്മാരെന്ന് പറയുന്നവർ പോലും ചെയ്യാത്ത ചില കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് കർത്താവ് ചെയ്യിപ്പിക്കാൻ പോകുന്നു. Isn't that wonderful? ഇനി ഇവിടെയും തീരുന്നില്ല. അപ്പോൾ 3-ാം അധ്യായത്തിൽ രഹസ്യ ശിഷ്യൻ, 7-ാം അധ്യായത്തിൽ യേശുവിന് വേണ്ടി പരസ്യമായി സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുവിന് വേണ്ടി ഇനി സംസാരിക്കുകയല്ല, ചില കാര്യങ്ങൾ, ആർക്കും ചെയ്തെടുക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ നിക്കോദേമോസ് ചെയ്യാൻ തുടങ്ങുകയാണ്. ആ ഭാഗത്തേക്ക് നമുക്ക് പോകാം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 38 മുതൽ 39 വരെയുള്ള വചനങ്ങൾ. Later, Joseph of Arimathea asked Pilate for the body of Jesus. Now Joseph was a disciple of Jesus, but secretly because he feared the Jewish leaders. With Pilate's permission, he came and took the body away. പെട്ടെന്ന് ഇവിടെ വേറൊരാളെ നമ്മൾ കാണുന്നു. ഞാൻ ആദ്യം പറഞ്ഞ ആള് ആരാണ്? അരിമത്യക്കാരൻ യോസഫ്. സോ ഇവിടെ കാണുന്നത് ലേറ്റർ ജോസഫ് ഓഫ് അരിമത്യ ആസ്ക്ഡ് പൈലറ്റ്. യോസഫ് ഓഫ് അരിമത്യക്കാരൻ യോസഫിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് താൻ യേശുവിൻ്റെ ഒരു രഹസ്യ ശിഷ്യനായിരുന്നു. എന്തുകൊണ്ടെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്? ബിക്കോസ് ഹി ഫിയർഡ് ദ ജൂയിഷ് ലീഡേഴ്സ്. യഹൂദ നേതാക്കന്മാരെ ഭയന്നിട്ട് കൊന്നുകളയും, അല്ലെങ്കിൽ ചില ആക്ഷനുകൾ തനിക്കെതിരെ ഉണ്ടാകും. യഹൂദ നേതാക്കന്മാരെ പേടിച്ചിട്ട് ഉള്ളിൽ യേശുവിൻ്റെ വിശ്വാസവുമായി അത്രയും വർഷങ്ങൾ അല്ലെങ്കിൽ അത്രയും നാളുകൾ ജീവിച്ചയാളാണ് അരിമത്യക്കാരൻ യോസഫ്. എന്നിട്ട് പക്ഷേ അദ്ദേഹം ചെയ്തത് വിത്ത് പൈലറ്റ്സ് പെർമിഷൻ, പിലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് താൻ നേരിട്ട് ചില അനുമതികൾ അദ്ദേഹം നേടി.
ഈ അരിമത്യക്കാരൻ യോസഫ് ധനാഢ്യനായിരുന്നു. മറ്റു ചില വചനഭാഗങ്ങൾ കൂടെ നമുക്കത് കാണാം. ഹി വാസ് എ ഫിൽത്തി റിച്ച് മാൻ. വളരെ ധനികനായിരുന്നു അരിമത്യക്കാരൻ യോസഫ്. ഞാൻ പലപ്പോഴും എൻ്റെ പല മെസ്സേജുകളിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യം വ്യക്തമായി ഇവിടെയും പറയാൻ ആഗ്രഹിക്കുന്നു. യേശുവിന് ധനവാന്മാരെ വേണം. ഒരിക്കൽ യേശു ഇങ്ങനെ പറഞ്ഞു, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതിനേക്കാൾ പ്രയാസകരമാകുന്നു. അതുകൊണ്ട് ഒത്തിരി പേര് വിചാരിച്ചിരിക്കുന്നത് ധനവാന്മാരാരും സ്വർഗത്തിൽ പോലും. അങ്ങനെയല്ല അതല്ല അതിൻ്റെ അർത്ഥം. ധനം ദൈവത്തിലേക്ക് വരുന്നതിന് തടസ്സമായി അവരവരുടെ അകത്ത് ധനത്തെ ദൈവമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുവാൻ പറ്റാത്തതുപോലെ അത് ബുദ്ധിമുട്ടായിരിക്കാം. അവിടെ സൂചിക്കുഴ എന്ന് പറയുന്നത് നമ്മൾ തയ്ക്കുന്ന സൂചിയുടെ കുഴയെക്കുറിച്ചല്ല പറയുന്നത്. സൂചിക്കുഴ എന്ന പേരിൽ തന്നെ ഒരു വാതിൽ അവിടെ ജെറുസലേം വാളിൽ, ആ മതിലിലുണ്ടായിരുന്നു. അതിലൂടെയാണ് ശബത്ത് നാളുകളിൽ അതിലൂടെ സ്ക്യൂസ് ചെയ്ത് വേണം, ചെറിയ ഇടുങ്ങിയൊരു ഇതാണ്, വളരെ പ്രയാസപ്പെട്ട് വേണം അപ്പുറത്തേക്ക് കിടക്കാൻ. മറ്റു വാതിലുകളെല്ലാം ശബത്ത് നാളിൽ എന്ന് വെച്ചാൽ ശനിയാഴ്ച ദിവസം അടച്ചിടും. അത്യാവശ്യമുള്ളതിന് വേണ്ടി മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, യേശുവിന് ധനവാന്മാരെ വേണം, യേശുവിന് ദരിദ്രരെ വേണം, യേശുവിന് ഇടനിലക്കാരെ വേണം, യേശുവിന് ഏത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റസിലുള്ളവരെയും ആവശ്യമുണ്ട്, ഉപയോഗിക്കാൻ വേണ്ടി ആവശ്യമുണ്ട്. ഓൾറൈറ്റ്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്രയും നാൾ പമ്മിയിരുന്ന അരിമത്യക്കാരൻ യോസഫ് ഇപ്പോൾ ഇതാ രംഗത്തേക്ക് വന്നിരിക്കുന്നു. എന്തിനു വേണ്ടി രംഗത്ത് വന്നിരിക്കുന്നു? വന്നിട്ട് താൻ ധനികനായതുകൊണ്ട്, റിച്ച് പീപ്പിൾ ഹാവ് എ വോയിസ്, മണി ഹാസ് എ വോയിസ്. ധനവാന്മാർക്ക് എന്തുണ്ട്? ഒരു ശബ്ദമുണ്ട്. ബൈബിളിൽ ഇങ്ങനൊരു വചനമുണ്ട്, ദരിദ്രൻ നിലവിളിച്ച് ആരും കേട്ടില്ല. ദാറ്റ് മീൻസ് പൂർ പീപ്പിൾ ഹാവ് നോ വോയിസ്, ബട്ട് റിച്ച് പീപ്പിൾ ഹാവ് എ വോയിസ്. പത്രത്തിലൊക്കെ വരുന്നതിൽ വളരെ ധനാഢ്യന്മാരായ ബിസിനസ്സുകാരുടെ വാർത്തകളൊക്കെ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വരും, മാധ്യമങ്ങളിലെല്ലാം വരും. ദരിദ്രരായ ഏതെങ്കിലും ഒരു കോളനിയിൽ ഏതെങ്കിലും ചേരിൽ കിടക്കുന്ന ആരെങ്കിലും വാർത്ത വരൂ. അൺലെസ് എന്തെങ്കിലും ഒരു അൺയൂഷ്വലായിട്ടുള്ള അസാധാരണമായ എന്തെങ്കിലും കാര്യം നടന്നാൽ മാത്രമാണ് അങ്ങനെയുള്ളവരുടെ കാര്യങ്ങൾ പത്രവാർത്തയായിട്ടോ മാധ്യമത്തിലോ വരൂ. എന്നാൽ ധനവാന്മാരുടെ കാര്യങ്ങൾ പലതിലും, ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളവരെയും കർത്താവിന് ആവശ്യമുണ്ട്, ദരിദ്രരെയും കർത്താവിന് ആവശ്യമുണ്ട്. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്ന, ദരിദ്രരെ ദൈവം വിശ്വാസത്തിൽ സമ്പന്നരാക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തു. ഇടനിലക്കാരെയും കർത്താവിന് ആവശ്യമുണ്ട്. വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള ആളുകളെയാണ്, മുക്കുവന്മാരെയാണ് കർത്താവ് ശിഷ്യന്മാരായി തിരഞ്ഞെടുത്തത്. അതിൽ ഭയങ്കര ധനികന്മാരെ അധികം നമ്മൾ കാണുന്നില്ല. ടാക്സ് കളക്ടറായിട്ട് മത്തായി ഉണ്ടായിരുന്നു, ഹി വാസ് റിച്ച്. പക്ഷെ അതർവൈസ് സാധാരണ വർക്കിംഗ് ക്ലാസ് പീപ്പിൾ ആയിരുന്നു യേശുവിൻ്റെ ശിഷ്യന്മാരായി അധികവും വന്നത്. എന്നാൽ ധനികനായിരുന്നത് കൊണ്ട്, തനിക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് നേരിട്ട് പിലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ ബോഡിക്ക് വേണ്ടി താൻ പെർമിഷൻ എടുത്തു. 39 വചനത്തിൽ 38-39 രണ്ട് വചനങ്ങളിൽ ഞാൻ പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 19:38-39. 38 രഹസ്യ ശിഷ്യനായിരുന്ന അരിമത്യക്കാരൻ യോസഫ് ചെയ്ത മറ്റാർക്കും ചെയ്യാൻ കഴിയാത്തൊരു പ്രവൃത്തിയും, 39 നിക്കോദെമോസ് എന്ന രഹസ്യ ശിഷ്യൻ ചെയ്തൊരു കാര്യവുമാണ്. ഹി വാസ് അക്കംപനീഡ് ബൈ നിക്കോദെമോസ്. ഈ അരിമത്യക്കാരൻ യോസഫിനോടൊപ്പം ആരുണ്ടായിരുന്നു? നിക്കോദെമോസ് ഉണ്ടായിരുന്നു. കാരണം ജൂയിഷ് കൗൺസിലിലെ മെമ്പറാണ്, ഹൈലി ഇൻഫ്ലുവൻഷ്യൽ. രണ്ടുപേരും സമൂഹത്തിലും ഭരണകൂടത്തിലൊക്കെ സ്വാധീനമുള്ളവരാണ്. ദ മാൻ ഹു ഏർലിയർ ഹാഡ് വിസിറ്റഡ് ജീസസ് അറ്റ് നൈറ്റ്. പണ്ടൊരിക്കൽ യേശുവിനെ രാത്രിയിൽ കണ്ട നിക്കോദെമോസ് ബ്രോട്ട് എ മിക്സ്ചർ ഓഫ് മിർ ആൻഡ് ആലോസ്, about 75 pounds. യേശുവിനെ എംബാം ചെയ്യുവാൻ, യേശു കർത്താവിനെ കല്ലറയിൽ വയ്ക്കുന്നതിന് മുൻപ് യഹൂദന്മാരുടെ ആചാരപ്രകാരം ബോഡി മുഴുവൻ എംബാം ചെയ്യേണ്ടതിൻ്റെ വളരെ എക്സ്പെൻസീവായിട്ടുള്ള സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടുവന്നത് നിക്കോദെമോസാണ്. അതിനുള്ള കപ്പാസിറ്റി അവർക്കേ ഉള്ളൂ. ദരിദ്രന്മാർക്ക് അത് സാധിക്കുമോ?
അതുകൊണ്ടാണ് സുവിശേഷത്തിന് വേണ്ടി, യേശുവിൻ്റെ രാജ്യത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി ധനികരെയും ദരിദ്രരെയും ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ളവരെയും ദൈവത്തിന് ആവശ്യമുണ്ട്. ഈ രണ്ടുപേരും, ഈ രണ്ട് രഹസ്യ ശിഷ്യന്മാരും ഒരു ക്രൂഷ്യൽ ടൈം വന്നപ്പോൾ, സമൂഹത്തിൽ ആർക്കും ധൈര്യമില്ലാത്ത ഒരു സമയം വന്നപ്പോൾ ഇവർക്ക് ധൈര്യം ഉണ്ടായി. ഈ രഹസ്യ ശിഷ്യന്മാർക്ക് ധൈര്യം ഉണ്ടായി. ചിലരെ നോക്കി ഞാൻ പറയുകയാണ്, ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ യേശുവിലുള്ള വിശ്വാസം ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കാൻ, പരസ്യമായി ഇതുവരെ നിങ്ങൾ വന്നിട്ടില്ല, സ്റ്റേജിൽ കയറി സാക്ഷ്യം പറഞ്ഞിട്ടില്ല, ഒരു ഓഡിയോ മെസ്സേജ് നിങ്ങൾ ഇതുവരെ അയച്ചിട്ടില്ല, ഒരു വീഡിയോ മെസ്സേജ് ഇന്നുവരെ നിങ്ങൾ അയച്ചിട്ടില്ല, യേശുവിനെ കുറിച്ച് ആരോടും നിങ്ങൾ പറഞ്ഞിട്ടില്ല, പക്ഷെ ഉള്ളിൽ ഒതുക്കി. പക്ഷേ ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരും. സാധാരണ വിശ്വാസികൾക്ക് പോലും, സാധാരണ ദൈവദാസന്മാർക്ക് പോലും ചെയ്യാൻ കഴിയാത്ത ചിലത് നിങ്ങളിലൂടെ കർത്താവ് ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നു. അതാണ് ഈ രണ്ടു പേരുടെയും ക്യാരക്ടറിൽ നമ്മൾ കാണുന്നവരുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, യേശു നമുക്ക് വേണ്ടി പരസ്യമായിട്ടാണ് ജീവിച്ചത്, രഹസ്യമായിട്ടല്ല. ജീസസ് ഹാഡ് എ പബ്ലിക് ലൈഫ്. ദെൻ യേശു നമ്മളെ സ്നേഹിച്ചത് പരസ്യമായിട്ടാണ്. യേശു നമ്മളെ പരസ്യമായി സ്നേഹിച്ചത് കൊണ്ടാണ് പരസ്യമായി ക്രൂശിൽ അവൻ തൂങ്ങിക്കിടന്നത്. അതുകൊണ്ട് യേശു നമ്മെ പരസ്യമായി സ്നേഹിച്ചത് കൊണ്ട് നമുക്കും അവനെ പരസ്യമായി സ്നേഹിക്കാം. 1-2 വചനങ്ങളെന്ന് കുറിച്ച് വയ്ക്കാമോ? ഒന്ന് ലൈവ് ചാറ്റിൽ ടൈപ്പ് ചെയ്തിടുക. സദൃശവാക്യങ്ങൾ 29:25. Proverbs 29:25. Fear of man will prove to be a snare. മനുഷ്യ ഭയം ഒരു കെണിയാകുന്നു. പലപ്പോഴും മനുഷ്യരെ ഭയന്നിട്ടാണ് നമ്മൾ പലതും ചെയ്യാൻ മടിക്കുന്നത്. മത്തായി സുവിശേഷം 10:28 മുതൽ 31 വരെ വായിക്കുമ്പോൾ, മാത്യു 10:28-31, അവിടെ കാണുന്നത്, ഡു നോട്ട് ബി അഫ്രൈഡ് ഓഫ് ദോസ് ഹു കിൽ ദ ബോഡി ആൻഡ് കനോട്ട് കിൽ ദ സോൾ. ശരീരത്തെ കൊന്നു എന്നാൽ ആത്മാവിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത മനുഷ്യരെ നിങ്ങൾ ഭയപ്പെടരുത്. rather be afraid of the one who can destroy both soul and body in hell. എന്നാൽ നിങ്ങളുടെ ശരീരത്തെയും ആത്മാവിനെയും നരകത്തിൽ നശിപ്പിക്കുവാൻ കഴിവുള്ളവനെ, എന്ന് വെച്ചാൽ ദൈവത്തിന് അതിലുള്ള അധികാരമാണ്. ദൈവത്തെ ഭയപ്പെടുവാൻ, മനുഷ്യരെ ഭയപ്പെടരുത്. ഉടനെ അതിനുശേഷം പറയാം, are not 2 sparrows sold for a penny? Yet not one of them will fall to the ground outside your father's care. ഈ നിസാര വിലയ്ക്ക് വിൽക്കുന്ന കുരുകിൽ പിതാവിൻ്റെ ആ കരുതലില്ലാതെ, പിതാവിൻ്റെ അറിവില്ലാതെ അതിൽ ഒരെണ്ണം പോലും നിലത്തേക്ക് വീഴുകയില്ല. ആൻഡ് ഈവൻ ദ വെരി ഹെയർസ് ഓഫ് യുവർ ഹെഡ് ആർ ഓൾ നമ്പേർഡ്. നിങ്ങളുടെ തലയിലെ മുടി പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. സോ ഡോണ്ട് ബി അഫ്രൈഡ്, യു ആർ വർത്ത് മോർ ദാൻ മെനി സ്പാരോസ്. പല കുരുകിലുകളെക്കാളും നിങ്ങൾക്ക് വിലയില്ലേ. അതുകൊണ്ട് മനുഷ്യരെ ഭയപ്പെടണ്ട, ദൈവത്തിന് വേണ്ടി ശക്തമായി നിലകൊള്ളുവിൻ എന്നാണ് ഈ പറയുന്നത്. കൺക്ലൂഷനായിട്ട് ഞാൻ പറയാം, ഇന്നലെ ഇന്നും ഞാൻ പറഞ്ഞതിൻ്റെ സാരാംശം. തുടക്കത്തിൽ ഒരുപക്ഷെ നമ്മിൽ പലർക്കും നമ്മുടെ വിശ്വാസം ഉള്ളിലൊതുക്കി പരസ്യമായി ആരോടും പറയാതൊക്കെ ജീവിക്കേണ്ടി വന്നേക്കാം. എന്നാൽ സാഹചര്യം വരുമ്പോൾ പരസ്യമായി നമ്മെ സ്നേഹിച്ച് ക്രൂശിൽ വിവസ്ത്രനായി ബ്ലീഡ് ചെയ്ത് എല്ലാവരും പരിഹസിച്ച് തലകുലുക്കി ചിരിച്ചുകൊണ്ട് കമൻ്റടിച്ച രീതിയിൽ യേശു പരസ്യമായി നമ്മെ സ്നേഹിച്ച് ഒരു യാഗമായി തീർന്നെങ്കിൽ നമുക്കും ഈ ഭൂമിയിൽ യേശുവിന് വേണ്ടി നിൽക്കാം. മറ്റുള്ളവരോട് അവനെക്കുറിച്ച് നാണമില്ലാതെ, ലജ്ജയില്ലാതെ യേശുവിനെക്കുറിച്ച് പറയാം, സുവിശേഷം പങ്കുവയ്ക്കാം. അതിനുള്ള കൃപ കർത്താവ് എല്ലാവർക്കും തരട്ടെ. അതിനുവേണ്ടിയുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ബ്ലെസ്സിങ് ടുഡേ. നമുക്ക് ഒരുമിച്ച് നിൽക്കുക. ഇതിൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. ഒരു 1-time ഗിഫ്റ്റ് സുവിശേഷത്തിന് വേണ്ടി നിങ്ങൾക്ക് അയക്കാം. ഡീറ്റെയിൽസ് സ്ക്രീനിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ നമ്പറിൽ വിളിച്ചാലോ നിങ്ങൾക്ക് ലഭിക്കും. അനുഗ്രഹ പങ്കാളിത്ത പദ്ധതിയിൽ നിങ്ങൾക്ക് പങ്കുകാരാകാം. അങ്ങനെ നമുക്ക് ഒരുമിച്ച് കർത്താവിന് വേണ്ടി നിൽക്കാം. ഈ പീഡാനുഭവ ആഴ്ചയിൽ യേശുനാഥൻ്റെ കാൽവരി യാഗത്തെ ഓർക്കുവാനും ആ ഉയർപ്പിൻ്റെ ശക്തിയെ അനുഭവിച്ചറിയുവാനും ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ്. ബ്ലെസ്സിംഗ് ടുഡേ പ്രസൻസ് ഹോളി ഓഫ് ഹോളീസ് ഇൻ ട്രിവാൻഡ്രം, മാർച്ച് 28 വ്യാഴാഴ്ച രാവിലെ 9:30 മുതൽ. അഭിഷക്തരായ ദേവദാസന്മാരാൽ നയിക്കപ്പെടുന്ന ഈ ആരാധനയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. സ്ഥലം
രാജധാനി ഓഡിറ്റോറിയം, കോട്ടയ്ക്കകം, കിഴക്കേക്കോട്ട, തിരുവനന്തപുരം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 8111999600. വരുവിൻ, ദൈവസാന്നിധ്യത്താൽ നിറയുന്ന ഈ ആരാധനയിൽ നമുക്കൊരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. മാർച്ച് 29 വെള്ളിയാഴ്ച രാവിലെ 10 മണി മുതൽ ഒരു സ്പെഷ്യൽ ഗുഡ് ഫ്രൈഡേ സർവീസ് ബ്രദർ ഡാമീനും ടീമും നിങ്ങൾക്കായി ഒരുക്കുന്നു. മാർച്ച് 31 ഞായറാഴ്ച സവിശേഷമായ 3 ആരാധനകൾ. രാവിലെ 7:45 മുതൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും, 9:45 മുതൽ മലയാളത്തിലുമുള്ള ആരാധനകൾ. നമുക്കൊരുമിച്ച് യേശുനാഥന്റെ ക്രൂശിന്റെ ശക്തിയെയും ഉയർപ്പിന്റെ ശക്തിയും അനുഭവിച്ചറിയുവാനായി ഈ മീറ്റിങ്ങുകളിൽ പങ്കുചേരാം. ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആസ്മ രോഗം യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. അനുബന്ധമായി ശരീരത്തിലുള്ള ചില സ്കിൻ ഡിസീസുകളും കർത്താവ് സൗഖ്യമാക്കുക. തലയ്ക്കകത്ത് തലയുടെ സ്കാൾപ്പിലൊക്കെ എന്തോ ഇങ്ങനെ താരൻ പോലെയും അതുപോലെ ലൈസ് പോലെയൊക്കെയുള്ള ഭയങ്കരമായ പ്രയാസം അനുഭവിക്കുന്ന ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യപ്പെടുത്തുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. നട്ടലിലുള്ള പ്രശ്നങ്ങൾ, നട്ടലിനകത്ത് ആ ഭാഗത്തായുള്ള ട്യൂമർ യേശുവിൻ്റെ നാമത്തിൽ ഡിസപ്പിയർ ചെയ്യട്ടെ. സ്കിൻ ഡിസീസുകൾ മാറട്ടെ, പൈൽസ് രോഗം മാറട്ടെ, കുഞ്ഞുങ്ങളില്ലാത്തവർ കുഞ്ഞുങ്ങളുണ്ടാകട്ടെ. കൈകൾ രണ്ടും ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിച്ചാൽ ജനങ്ങളെ തിരുനാമത്തിൽ ഇപ്പോൾ ബ്ലസ് ചെയ്തിരിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ.